ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് സ്ക്രീനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിലേക്ക് കടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് അപ്ഡേറ്റ്സും അപ്പോൾ തന്നെ ഗ്ലോബൽ ക്യൂസ് എന്താണ് നൽകുന്നതെന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്ലോസിംഗ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്ലസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ട് 24,609 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഇൻട്രാഡേയിൽ എക്സ്ട്രീംലി ചോപ്പി ആയിട്ടൊരു സെഷൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. മീഡിയ ഒഴികെ മറ്റെല്ലാ സെക്ടേഴ്സും വളരെ ശക്തമായിട്ടൊരു ഇടിവായിരുന്നു കണ്ടിരുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് FMCG സെക്ടറാണ്. FMCGയെ സംബന്ധിച്ചിട്ടും ഏകദേശം 1% മുകളിലുള്ള ഒരു കുത്തനെയുള്ള ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇടിവിലേക്ക് പോയപ്പോൾ പോലും ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ഒരു റെസിലിയൻസ് കാണിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒരു ചോപ്പി സെഷനിൽ ബ്രോഡർ മാർക്കറ്റും ഏകദേശം ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന് അതേ പാത പിന്തുടർന്നുകൊണ്ട് ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ പല അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നിലവിൽ ഈ ഒരു ഇപ്പോൾ ഉണ്ടായ ഒരു ഇടിവെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ ആണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ അതായത് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ അടക്കം വളരെ പോസിറ്റീവ് മാക്രോ തലത്തിൽ ഡേറ്റ വൈസ് പറയുകയല്ലാതെ മാക്രോ തലത്തിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ട്രേഡ് ഡീൽ താൽക്കാലികമായെങ്കിലും ഒപ്പിടും എന്നൊരു പ്രതീക്ഷയിലേക്ക് എത്തിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികളും കോർപ്പറേറ്റ്സ് മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും പകരുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് സെക്ടേഴ്സ് ഇത്തരത്തിലുള്ള ധാരാളം അപ്ഡേറ്റ്സ് ഒക്കെ എത്തുന്നുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള FTA ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഇത്തരത്തിൽ ആഗോള രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ ആ ഒരു FTAs ഒപ്പിടാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ട്രേഡ് റിലേഷൻസിൽ വളരെ കാര്യമായിട്ടൊരു പുരോഗതിയും അത് ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ അവരുടെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുമാണ് കാണുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ആഗോള തലത്തിലേക്ക് നോക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഡിസസുകളിലും കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് വെറും 1 പോയിന്റ്സിന്റെ മാത്രം നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും അവസാന നിമിഷങ്ങൾ അതായത് ആദ്യ നിമിഷങ്ങളിൽ വലിയ തോതിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും പിന്നീട് ആ ഒരു ആദ്യ നിമിഷങ്ങളിൽ ആ ഒരു കയറിയ പോലെ അല്ലെങ്കിൽ ആ ഒരു ഹൈയിലേക്ക് പോയതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിൽ തിരിച്ചിറങ്ങി വന്ന് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിലും അവസാന നിമിഷങ്ങളിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓഫ് നാസ്ഡാക്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. S&P 500 സൂചികയിലേക്ക് എത്തുകയാണെങ്കിലും ഇതേപോലെ 3 ഇൻഡെക്സുകളും സമാനമായിട്ടൊരു പാറ്റേൺ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള പല നടപടികളും താൽക്കാലികമായെങ്കിലും പല തരത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്നലെ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ പ്രകാരം അവിടെ അമേരിക്കൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടൊരു ബില്ല് താൽക്കാലികമായി പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് വലിയ തോതിൽ ടാക്സ് കട്ടിന് ഇപ്പോൾ ട്രംപ് ഒരുങ്ങുകയാണ്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ കടത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഏകദേശം $3 ട്രില്യൺ മുതൽ $5 ട്രില്യൺ അധിക ബാധ്യത അമേരിക്കൻ സർക്കാർ വഹിക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ബോണ്ട് ഈൽഡിനെ നെഗറ്റീവായിട്ട് ബോണ്ട് ഈൽഡിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ തോതിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പ്രീ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സിനെ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. പ്രീ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പൊതുവെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ പോസിറ്റീവ് ആണ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ ഒരു ഫ്ലാറ്റിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ടോൺ ആദ്യ നിമിഷങ്ങളിൽ കണ്ടേക്കാം എന്നൊരു പ്രതീക്ഷയാണ് പങ്കുവെച്ചിരിക്കുന്നത്. നിലവിൽ പ്രൈസ് ഓർഡേഴ്സ് സെറ്റിലായിരിക്കുന്നത് 24,639.5 എന്ന നിലയിൽ ഏകദേശം 30 പോയിന്റ്സിന്റെ മാത്രം ഒരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് 36 ഓഹരികൾ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ 8 ഓഹരികളാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് അണ്ടർ ടോണിൽ പ്രൈസ് ഓർഡേഴ്സ് സെറ്റിലായിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ച ഒരു പക്ഷേ സ്ട്രീറ്റിന്റെയും അതിനോടൊപ്പം എക്സ്പേർട്സിന്റെയും ഒക്കെ അനുമാനങ്ങളെ മറികടന്നുകൊണ്ട് ഒരു സ്റ്റെല്ലാർ പ്രകടനം നടത്തിയ ഓഹരിയായിട്ട് ITC ഇന്നലെ വൈകുന്നേരത്തോട് മാറിയിരിക്കുന്നു. ITC കമ്പനി മാറിയിരിക്കുകയാണ്. മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ വലിയ തോതിൽ ഒരു സെൽ ഓഫ് നേരിട്ടിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ആ ഒരു നമ്പേഴ്സിന്റെ പിൻബലത്തിൽ ആദ്യ മിനിറ്റുകളിൽ ITC ഓഹരികൾ കുതിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രീ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ 1.8
0.5% ഒരു മുന്നേറ്റമാണ് ITCയിൽ കാണാൻ സാധിക്കുന്നത്. 426 എന്നൊരു നിലയിലേക്കാണ് 434 എന്നൊരു നിലയിലാണ് പ്രൈസ് ഓർഡേഴ്സ് സെറ്റിൽ ആയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലത്തെ ആ ഒരു സെഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു വീക്കിൽ വലിയ തോതിൽ നിക്ഷേപകർക്ക് റിട്ടേൺ നൽകിയ ഒരു ഓഹരിയായിരുന്നു BEL അഥവാ ഭാരത് ഇലക്ട്രോണിക്സ് വീണ്ടും അതിന്റെ ഒരു റാലി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ആദ്യ മിനിറ്റിൽ കാണുന്നുണ്ട്. 1.5% ഒരു മുന്നേറ്റമാണ് പ്രൈസ് ഓർഡേഴ്സിൽ കാണുന്നത്. 389.15 എന്ന നിലയിലാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ഇന്ന്, അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ഇന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ പ്രീ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ട്രെൻഡ്, അദാനി പോർട്സ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളിലും 0.5% ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ഡൗൺ സൈഡിലേക്ക് എത്തുമ്പോഴേക്കും സൺഫാർമയുടെ ഓഹരികളാണ് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യാനുള്ള ഒരു സാധ്യത. 3.5% ഒരു ഇടിവിലേക്കാണ് സൺഫാർമ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. സൺഫാർമയെ സംബന്ധിച്ചിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് പല അപ്ഡേഷൻസും എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുമാനത്തിലേക്ക് എത്തുമ്പോൾ 8.1% വാർഷിക വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഏതായാലും സ്ട്രീറ്റിന്റെ അനുമാനങ്ങൾക്കൊത്ത് ഉയരാനായിട്ട് സൺഫാർമയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഏതായാലും ആ റിസൾട്ടിനോട് വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ നിഫ്റ്റിയെക്കാളും ഒരല്പം കൂടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിരുന്നു. ഇന്നിപ്പോൾ 54,989.3 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട്, കാര്യമായിട്ടൊരു ഡിറക്ഷൻ സ്വീകരിക്കാതെ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ഓപ്പണിംഗ് ആണ് നിഫ്റ്റി ബാങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBN, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഓഹരികളായിരിക്കും ആദ്യ മിനിറ്റുകൾ ലീഡ് ചെയ്യുക എന്നൊരു ഇൻഡിക്കേഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു പറയേണ്ടുന്നത്, നിലവിൽ നേട്ടം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ആ ഓഹരികൾ ഒരു നേട്ടത്തിൽ പ്രൈസ് ഓർഡേഴ്സ് സെറ്റിൽ ആയിരുന്നാൽ പോലും കാര്യമായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ ഇപ്പോൾ ടോപ്പ് ഗെയിനറായിട്ട് നിലകൊള്ളുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് എത്തുകയാൽ 0.41% വളരെ നേരിയ ഒരു മുന്നേറ്റം മാത്രമാണ് പ്രൈസ് ഓർഡേഴ്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. മറ്റ് ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് നിലനിൽക്കുന്നത്. ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് ഓഹരികളാണ് ആദ്യ മിനിറ്റിൽ ഒരുപക്ഷെ ഒരു ഇടിവിലേക്ക് നീങ്ങുക. 0.5% ഇടിവിലേക്കാണ് നീങ്ങാനുള്ള ഒരു സാധ്യത. ഇന്നലെ ഒരു സർപ്രൈസിംഗ് മൂവ് ആയിരുന്നു നമുക്ക് ഇൻഡസിൻ ബാങ്ക് ഓഹരി കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്ത ഓഹരി പിന്നീട് ഏകദേശം 45 മിനിറ്റുകൾ പിന്നിടുമ്പോൾ തന്നെ വളരെ ശക്തമായിട്ടൊരു തിരിച്ചുവരവ് നടത്തുകയും നിഫ്റ്റിക്ക് ഒരു കനത്ത സപ്പോർട്ടായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇൻഡസിൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് മാനേജ്മെന്റ് വളരെ ക്ലിയർ കട്ടാണ് മുന്നോട്ടേക്കുള്ള നടപടികളെന്ന് അടക്കമുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള അലിഗേഷൻസിനെയൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ജൂൺ 30-നകത്ത് പുതിയ MD ആൻഡ് CEO അപ്പോയിന്റ് ചെയ്യാനുള്ള നടപടിയും എടുക്കുമെന്ന് സൂചിപ്പിച്ചു. ചുരുക്കത്തിൽ മാനേജ്മെന്റ് ആ വാക്കുകളെ നിക്ഷേപകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതായിരുന്നു ഇന്നലത്തെ ഇൻഡസിൻ ബാങ്ക് ഓഹരിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ന് വാച്ച് ചെയ്തിരിക്കേണ്ട ചില ലെവലുകൾ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഗ്ലോബൽ ക്യൂസ് ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യയുടെ മാക്രോ ഇക്കോണമി വളരെ റിസീലിയന്റ് ആയിട്ട് തുടരുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയാൽ പോലും അവിടെ നിന്നൊക്കെ ഒരു ബൗൺസ് ബാക്ക് നടത്താനുള്ള ഒരു കരുത്ത് നിലവിൽ ഇത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏതായാലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി കടക്കാം. മോത്തിലാൽ ഒസ്വാളിലെ സിദ്ധാർത്ഥ് KMKയുടെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ക്യൂസ് ആണ് പ്രധാന. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാക്രോ ഇക്കോണമിയുടെ ഇഷ്യൂസോ കൊണ്ടല്ല, പകരം ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് കൊണ്ടാണ് നിലവിലൊരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ US ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് സെറ്റിൽമെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു റാലി വിപണിയിൽ ഉണ്ടായേക്കാം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ HDFC സെക്യൂരിറ്റീസിലെ ദേവർഷ് വക്കീലിന്റെ അഭിപ്രായത്തിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് അദ്ദേഹം ഇപ്പോൾ കാണുന്നത് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള 24,400 മുതൽ 24,500 വരെയുള്ളൊരു റേഞ്ചാണ്. ആ ലെവലിൽ നിന്ന് ഒരു പക്ഷേ ഒരു ബൗൺസ് ബാക്ക് നടത്താൻ വിപണിക്ക് സാധിച്ചേക്കാം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്സൈഡിലേക്ക് നീങ്ങുമ്പോൾ 24,840 മുതൽ 24,946 വരെയുള്ളൊരു റേഞ്ച് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്തേക്കാം എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. LKP സെക്യൂരിറ്റീസിലെ രൂപക്തിയുടെ അഭിപ്രായത്തിലേക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അത് ഇന്നലത്തെ ഒരു ഇടിവോടുകൂടി നേരിയ തോതിൽ ഒരു വീക്ക്നെസ് വിസിബിൾ ആകുന്നുണ്ട് എന്നാണ് LKP സെക്യൂരിറ്റീസിലെ രൂപക്തിയെ സൂചിപ്പിച്ചിരിക്കുന്നത്. 24,800 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ താഴെ ട്രേഡ് ചെയ്യുന്നിടത്തോളം കാലം ഒരു പക്ഷേ ഒരു കൂടുതൽ ഇടിവിലേക്ക് ഷോർട്ട് ടേമിൽ നീങ്ങാനുള്ള ഒരു കോഷൻ അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ തോതിൽ
അപ്സൈഡ് മൂവ്മെന്റ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ 21 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള 24,445 എന്നൊരു ലെവലായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലെവലിൽ താഴേക്ക് ബ്രേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടേക്കാം. ഒപ്പം തന്നെ അപ്സൈഡിലേക്ക് പരിശോധിക്കുമ്പോൾ 24,650 ആദ്യത്തെ റെസിസ്റ്റൻസ് ആയിട്ടും തുടർന്ന് 24,775 മുതൽ 24,800 വരെയുള്ള ഒരു റേഞ്ചിൽ അടുത്ത റെസിസ്റ്റൻസ് സോൺ ആയിട്ടും ആക്ട് ചെയ്തേക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ മിനിറ്റുകളിൽ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് ഒരല്പം ഭേദപ്പെട്ട പ്രകടനമാണ് എന്നുണ്ടെങ്കിൽ പോലും പൊതുവെ ഒരു ഫ്ലാറ്റിഷ് ടോൺ, സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റിഷ് ടോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫാർമ മേഖല ആദ്യ മിനിറ്റിൽ സൺഫാർമ നമ്മൾ പ്രീ മാർക്കറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സൺഫാർമയിൽ അടക്കമുണ്ടാകുന്ന ഒരു ഇടിവ് ഫാർമ മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാകുന്നുണ്ട്. 0.93% ഇടിവിലേക്കാണ് ഫാർമ മേഖല നീങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ ആദ്യ മിനിറ്റിലെ വേഴ്സ്റ്റ് പെർഫോമർ ആയിട്ട് നിഫ്റ്റി ഫാർമ സൂചിക നീങ്ങിയിരിക്കുകയാണ്. ഒപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ബുൾസിന് നേരിയ തോതിലുള്ള ഒരു ഡൊമിനൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. 38 ഓഹരികൾ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് നടത്തുമ്പോൾ 11 ഓഹരികളാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും പൊതുവെ എല്ലാ സെക്ടേഴ്സിലും ഒരു ഫ്ലാറ്റിഷ് ടോൺ തന്നെയാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. നിഫ്റ്റി ബാങ്ക് 0.06% നേരിയ ഒരു നേട്ടം മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് 54,976 എന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ബ്രോഡർ മാർക്കറ്റിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ബിയേഴ്സ് പിടിമുറുക്കിയിരിക്കുകയാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സിലേക്ക് എത്തുമ്പോൾ 0.5% ഒരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് 100 സൂചികയിലേക്ക് എത്തുകയാണെങ്കിലും 0.3% ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് മിഡ് ക്യാപ്പിലേക്ക് എത്തുകയാണെങ്കിൽ 0.12% വളരെ നേരിയ ഒരു നേട്ടം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ഇന്നലത്തെ ഒരു സെഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നേട്ടം നൽകി വളരെ ഓവർ ഹീറ്റഡ് ആയിട്ട് നിന്നൊരു സെഗ്മെന്റ് ആയിരുന്നു ബ്രോഡർ മാർക്കറ്റ്. ഏതായാലും വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്ക് ഈ ഒരു സെഗ്മെന്റ് ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസസും നീങ്ങുന്നു എന്നൊരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നത്. ഏതായാലും ITCയുടെ പിൻബലത്തിൽ FMCG സെക്ടർ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില സ്റ്റോക്സ് ഉണ്ട്. ഒപ്പം തന്നെ ആ സ്റ്റോക്സുമായി ബന്ധപ്പെട്ട ന്യൂസും ഉണ്ട്. ആ ന്യൂസും അതിന്റെ സ്റ്റോക്സിന്റെ റിയാക്ഷനും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ ജോയിൻ ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ആണല്ലോ നിഖിൽ. ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 24,600 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. തുടക്കത്തിൽ പല സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ് ടോൺ കണ്ടിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ നിഖിലിനോട് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ സെക്ടേഴ്സ് ഇടിവിലേക്ക് പോകുന്ന, കഴിഞ്ഞ ദിവസത്തിന് ഒരു മിററിംഗ് പോലെ തന്നെ കൂടുതൽ സെക്ടേഴ്സ് ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. എന്തൊക്കെയാണ് മറ്റ് അപ്ഡേറ്റ്സ്, ഒപ്പം തന്നെ ഏതൊക്കെ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത്? അല്ല, ഇന്നത്തെ ആദ്യം തന്നെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കുകയാണെങ്കിൽ FMCG ഭീമനായിട്ടുള്ള ITCയുടെ 4ാം പാദഫലം തന്നെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് ആദ്യം തന്നെ പങ്കുവെക്കാനായിട്ടുള്ളത്. ITCയുടെ പ്രോഫിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കമ്പനിയുടെ കണ്ടിന്യൂഡ് ഓപ്പറേഷൻസും മറ്റും നോക്കുകയാണെങ്കിൽ ഏകദേശം 0.8% ഒരു നേട്ടം കാഴ്ചവെക്കാൻ മാത്രമാണ് ITCക്ക് സാധിച്ചിരിക്കുന്നത്. 4,874.7 കോടി രൂപയുടെ ഒരു പ്രോഫിറ്റാണ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നിന്ന് ITC ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 19,561 കോടി രൂപയുടെ ഒരു ലാഭം കാഴ്ചവെക്കാനും ITCക്ക് സാധിച്ചിരിക്കുന്നു. എങ്കിൽ കൂടി കമ്പനിയുടെ ഈ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രധാനമായി സഹായിച്ചിരിക്കുന്ന ഒരു എക്സെപ്ഷണൽ ഗെയിൻ ആണ്. ഏകദേശം 15,179 കോടി രൂപയുടെ ഒരു എക്സെപ്ഷണൽ ഗെയിൻ കമ്പനിക്ക് ഈ ഒരു പാദത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കമ്പനിയുടെ ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസിന്റെ തുക ഇത്രയധികം വളരാനുള്ള ഒരു പ്രധാന കാരണമായിരിക്കുന്നത്. വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 9.6% ഒരു വളർച്ചയാണ് ITCക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. 17,248 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ITCയുടെ വരുമാനം എത്തിയിരിക്കുന്നത്. കമ്പനിയുടെ എബിഡ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 2.5% ഒരു വളർച്ചയിലെത്താനും ITCക്ക് സാധിച്ചിരിക്കുന്നു. 5,986 കോടി രൂപയാണ് എബിഡയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡ മാർജിനിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 3.6% ഒരു ഇടിവോടുകൂടി 34.7 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ITCയുടെ എബിഡ മാർജിൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ കമ്പനി ഇപ്പോൾ നിലവിൽ ഏകദേശം 7.85 നിരക്കിൽ ഒരു അന്തിമ ലാഭവിഹിതം കൂടി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ITCയെ സംബന്ധിച്ചിടത്തോളം. ITCയുടെ നിലവിലെ ഓഹരിയിലെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.72% ഒരു നേട്ടമാണ് ITCയുടെ ഓഹരികളിൽ ഈ ഒരു പാദഫലത്തെ തുടർന്ന് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അടുത്തതായി നമുക്ക് പരിശോധിക്കാനുള്ളത് സൺഫാർമയെ പറ്റിയിട്ടാണ്. അതിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി 4ാം പാദത്തിൽ സൺഫാർമയ്ക്ക് സാധിച്ചിട്ടില്ല. കമ്പനിയുടെ ലാഭത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 19% ഒരു ഇടിവാണ് കമ്പനിക്ക് 4ാം പാദത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2153 കോടി രൂപയാണ് കമ്പനിയുടെ ലാഭമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 4ാം പാദം പരിശോധിക്കുകയാണെങ്കിൽ 2658 കോടി രൂപ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് കമ്പനിക്ക് ഒരു ഇടിവ് ഇപ്പോൾ നേരിടേണ്ടതായി വന്നിരിക്കുന്നത്. എങ്കിലും കമ്പനിയുടെ വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 8% ഒരു നേട്ടത്തോടു കൂടി 12,958 കോടി രൂപയിൽ എത്താനും കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു. ഈ ഒരു പാദത്തിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 361 കോടി രൂപയുടെ ഒരു എക്സെപ്ഷണൽ ലോസും കമ്പനിക്ക് നേരിടേണ്ടി വന്നതും കമ്പനിക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് ഇപ്പോൾ 634% ഒരു വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ 148.9 കോടി രൂപയിൽ ഉണ്ടായിരുന്ന ടാക്സ് എക്സ്പെൻസ് നിലവിൽ 1903 കോടിയായിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. നിലവിൽ കമ്പനിയുടെ മറ്റൊരു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിൽ 5.5 രൂപ നിരക്കിൽ ഒരു ലാഭവിഹിതം കമ്പനി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ വിധി ഷങ്വിയെ നിലവിൽ കമ്പനിയുടെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ടും കമ്പനിയുടെ ബോർഡ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു വിവരമാണ് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം പങ്കുവയ്ക്കാനുള്ളത്. സൺഫാർമയുടെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 4% ഒരു വലിയൊരു ഇടിവിലേക്ക് തന്നെ സൺഫാർമ നിലവിൽ ഇപ്പോൾ കടന്നിരിക്കുന്നു. അടുത്തതായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഹൊണാസ കൺസ്യൂമേഴ്സിന്റെ റിപ്പോർട്ടാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൽ ഏകദേശം 18% ഒരു ഇടിവാണുള്ളത്. 25 കോടി രൂപയാണ് കമ്പനി ഇപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ട് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. കമ്പനിയുടെ വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 13% ഒരു ഇടിവോടുകൂടി 533 കോടി രൂപയുടെ ഒരു വരുമാനവും കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് ഏകദേശം 12% ഒരു മികച്ച നേട്ടം തന്നെയാണ് ഹൊണാസ കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത എംടാർ ടെക്നോളജീസിന്റെ 4ാം പാദഫലം നോക്കുകയാണെങ്കിൽ കമ്പനി മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. കമ്പനിയുടെ ലാഭം 181% 4ാം പാദത്തിൽ ഉയർന്നിരിക്കുന്നത്. 13.7 കോടി രൂപയിൽ എത്തിയിരിക്കുന്നു. വരുമാനം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 28% ഒരു നേട്ടത്തോടു കൂടി 183 കോടി രൂപയിൽ വരുമാനം എത്തിക്കാൻ വേണ്ടിയിട്ടും എംടാർ ടെക്നോളജീസിന് 4ാം പാദത്തിൽ നിലവിൽ ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. എംടാർ ടെക്നോളജീസിന്റെ നിലവിലെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.25% ഒരു നേട്ടം എംടാർ ടെക്നോളജീസ് നിലവിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. മറ്റു കമ്പനികളുടെ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ പവർമാക് പ്രൊജക്ട്സിന്റെയും 4ാം പാദഫലം ലഭ്യമായിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ലാഭത്തിൽ ഏകദേശം 54% ഒരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടി 4ാം പാദത്തിൽ കമ്പനിക്ക് കഴിഞ്ഞിരിക്കുന്നു. 129.8 കോടി രൂപയാണ് കമ്പനിയുടെ ലാഭമായിട്ട് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 42% ഒരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 1853 കോടി രൂപയിലെത്താനും നിലവിൽ പവർമാക് പ്രൊജക്ട്സിന് നിലവിൽ സാധിച്ചിരിക്കുന്നു. ഈ ഒരു മികച്ച ഒരു 4ാം പാദഫലത്തിന്റെ ബലത്തിൽ കമ്പനിയുടെ ഓഹരികൾ നിലവിൽ 11% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടവും നിലവിൽ പവർമാക് പ്രൊജക്ട്സിന്റെ ഓഹരിയിൽ നിലവിൽ പ്രകടമാണ്. അടുത്തതായി ഗ്രാസിം ഇൻഡസ്ട്രീസിലേക്ക് കടക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. കമ്പനിയുടെ ലാഭം ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ 4ാം പാദത്തിൽ 440 കോടി രൂപയായിരുന്നത് 288 കോടി രൂപയായിട്ട് കുറയ്ക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിക്കുന്നു. കമ്പനിയുടെ വരുമാനത്തിൽ ഏകദേശം ഒരു 32% നേട്ടത്തിൽ എത്താൻ സാധിച്ചതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 8,925 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് കമ്പനിയുടെ റവന്യൂ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ മറ്റു വാർത്ത നോക്കുകയാണെങ്കിൽ നിലവിൽ ഓഹരി 10 രൂപ നിരക്കിൽ ഒരു ലാഭവിഹിതം കൂടി ഗ്രാസിം ഇൻഡസ്ട്രീസിൽ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ഓഹരി നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 2.5% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ഓഹരിയിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. അടുത്തായി കണ്ടെയ്നർ കോർപ്പറേഷൻസിന്റെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത്ര മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കണ്ടെയ്നർ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. കമ്പനിയുടെ ലാഭം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5% മുകളിലുള്ള ഒരു ഇടിവ് ഉണ്ടാകുന്നു. കമ്പനിയുടെ വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിലും 1.5% ഒരു ഇടിവ് ഇപ്പോൾ ഉണ്ടാകുന്നു. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 1:4 എന്ന് പറയുന്ന ഒരു അനുപാതത്തിൽ കമ്പനിയുടെ ബോർഡ് നിലവിൽ ഒരു ബോണസ് ഇഷ്യൂ കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടെയ്നർ കോർപ്പറേഷന്റെ ഓഹരികൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2.25% മുകളിലുള്ള ഒരു ഇടിവാണ് നിലവിൽ കണ്ടെയ്നർ കോർപ്പറേഷന്റെ ഓഹരിയിൽ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അനില, ഇന്നത്തെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസുകൾ ഇവയൊക്കെയാണ് അനില.
നിഖിലായിരുന്നു ഇത്രയും അധികം ഡീറ്റെയിൽസ് പങ്കുവെച്ച. നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ITCയുടെ റിസൾട്ട് തന്നെയാണ് ഇന്നത്തെ വിപണിയിലെ ഒരു പ്രധാന ഒരു ഹൈലൈറ്റിംഗ് വാർത്തയായിട്ട് മാറിയിരിക്കുന്നത്. ആ സ്ട്രീറ്റിന് പ്രതീക്ഷകളെ മറികടന്നുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ITC ഓഹരികളെ ട്രിഗർ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മുടെ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്തതിനു മുമ്പ് അവസാനമായിട്ട് BLമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ കൂടി നൽകുകയാണ്. BLനെ സംബന്ധിച്ചിട്ട് UBS ഓഹരികൾക്ക് ഒരു അപ്ഡേഷൻ നൽകിയിരിക്കുകയാണ്. ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നൽകിയിരുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരുന്നു. ന്യൂട്രലിൽ നിന്ന് ബൈ റേറ്റിംഗ് ഉയർത്തിയിരിക്കുക. മാത്രമല്ല ടാർഗറ്റ് വിലയിലും വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് നൽകിയിരിക്കുന്നത്. 320 രൂപയായിരുന്നു ഇതിനു മുമ്പ് നൽകിയിരുന്നത്. ഇപ്പോൾ 450 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം 18% വരെ ഉയർന്നേക്കാം എന്നൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. ബ്രോക്കറിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് നിലനിൽക്കുന്നു. അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള അനുമാനത്തിന്റെ പുറത്താണ് ഇന്നിപ്പോൾ ഈ ഒരു ബൈ റേറ്റിംഗ് നൽകാനായിട്ട് UBS തയ്യാറായിരിക്കുന്നത്. 2025 മുതൽ 2028 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ മികച്ച ഓർഡർ ബുക്ക് നൽകാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും BL ഓഹരികൾ ഇന്നപ്പോൾ ആദ്യ മിനിറ്റിൽ തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ തൊട്ടിരിക്കുകയാണ്. 389.9 എന്ന നിലയിൽ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി മുതൽ ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണ്. ഇന്ന് വരെയുള്ള ഒരു കണക്കുകൾ പരിശോധിക്കുകയാണ്. 50% റിട്ടേൺ നൽകിയ ഒരു മൾട്ടി ബാഗ് സ്റ്റോക്കായിട്ട് ഇപ്പോൾ BL ഓഹരികൾ മാറിയിരിക്കുകയാണ്. ഏതായാലും നിലവിൽ ഹൈ ലെവൽസിൽ നേരിയ തോതിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഏകദേശം 1.5% അല്ലെങ്കിൽ 1.25% ഒരു നേട്ടം നൽകാനായിട്ട് BL ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് സ്ക്രീനിന്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ 360 ഡിഗ്രി ലെവൽ അനാലിസും ഒക്കെ ആയിട്ട് മൈഫിന്റെ ഓപ്പണിംഗ് അവേഴ്സുമായിട്ട് സൂരജ് സാറും ഒപ്പം തന്നെ ജാസ്മിനും നിങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആ ഷോ ലൈവായിട്ട് കാണാനായിട്ട് മൈഫിൻ TVയുടെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും അതുവരെ നന്ദി, നമസ്കാരം.